മുഖ്യമന്ത്രിക്കെതിരായ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത് പോലീസ്. ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. കാണാം ലീഡ് സ്റ്റോറി. നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനത്തിനിടെ നടന്ന ഈ KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതാണ് മഹാ അപരാധമായി മാറിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിസംഘത്തിനും നേരെ ഷൂവേറ് നടന്നിടത്ത് വിനീതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി. പിന്നാലെ വിനീത വിജിയെ 5ാം പ്രതിയാക്കി ഇന്ന് കേസെടുത്ത കുറുപ്പുംപടി പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റമടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി ഉച്ചയോടെ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടെ വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമവഴിയിൽ നേരിടുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രവുമല്ല, ഈ 120B ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. KSU പ്രവർത്തകരുടെ ഫോണിലേക്ക് മാധ്യമപ്രവർത്തക നിരവധി തവണ വിളിച്ചെന്നും ഗൂഢാലോചനയ്ക്ക് ഇതാണ് തെളിവെന്നും പരിഹാസ്യമായ വാദം കുറുപ്പുംപടി പോലീസ് അധിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷ വിമർശനത്തോടെ നേരിട്ട വധശ്രമമടക്കമുള്ള വകുപ്പുകളും മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ മാധ്യമങ്ങളുടെ നാവരിയുക കൂടിയാണ് സർക്കാരും പോലീസും. 24 കൊച്ചി.